വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട 2 ബില്ലുകളാണ് ഇന്ന് നിയമസഭയിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ അവതരിപ്പിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലും സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിച്ചു വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുമാണ് അവതരിപ്പിച്ചത്. നിയമ ഭേദഗതി അവതരിപ്പിക്കുന്നതിന് നിയമ തടസ്സം ഇല്ല എന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനും അനുമതിയായിട്ടുണ്ട്. 2 മണിക്കൂർ ഇനി ചർച്ചയാണ്. എസ് ശാലിനിയാണ് നിയമസഭയിൽ നിന്ന് ചേരുന്നത്. ശാലിനി, 2 ബില്ലുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അടിയന്തര പ്രമേയത്തിന്മേൽ ഇന്ന് ചർച്ചയാണ്. 3-ാം ദിവസവും നിയമസഭയിൽ ചർച്ചയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. വിവരങ്ങൾ രാജ്യം സൂചിപ്പിച്ചതുപോലെ 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് നാട്ടുകാർക്ക് ഒപ്പം തന്നെ സാധാരണക്കാർക്ക് ഭീഷണി ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുക എന്നതായിരുന്നു ആ ബില്ലിന്റെ ഉദ്ദേശം. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകിയതാണ്. ഇന്ന് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ പഠനങ്ങൾക്കും നിയമ കൂടിയാലോചനകൾക്കും ശേഷമാണ് ഇന്ന് സർക്കാർ ഈ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വനം വന്യജീവി ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഒപ്പം തന്നെ സംസ്ഥാനം 1 കോടി ചന്ദന തൈകൾ നട്ടുവളർത്താൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചതായും ഈ 2 ബില്ലുകൾ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി സംസാരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഒത്തുതീർപ്പാക്കുന്ന രീതിയാണ് സർക്കാർ നാട്ടിൽ നടപ്പിലാക്കുന്നത്. ഒപ്പം തന്നെ വർഷങ്ങളായി കേസുകൾ കെട്ടിക്കിടക്കുന്നത് ആർക്കും ഗുണം ചെയ്യുന്നില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നിർത്തിക്കൊണ്ട് തന്നെയാണ് 1972 വനം വന്യജീവി സംരക്ഷണ ബില്ലിൽ ഭേദഗതി വേണമെന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ മാറ്റം വേണമെന്ന് കേന്ദ്ര വനമന്ത്രിയെ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ കർഷകരെ സഹായിക്കാമെന്ന നിലപാടിലാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ല് അവതരിപ്പിക്കാമെന്ന് കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ ബില്ല് അവതരിപ്പിക്കാമെന്ന നിയമോപദേശം ലഭിച്ചിരുന്നു. ജനങ്ങളെ 2 തട്ട് നിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചു. ഒപ്പം തന്നെ കാട്ടുപന്നി അടക്കമുള്ളവയെ കൊല്ലാമെന്നും അത് കൊന്നു തിന്നാമെന്നും അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഈ 2 ബില്ലുകൾ കൂടി ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാലും ഈ 2 ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ളതാണ് ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമ ഭേദഗതി അവതരിപ്പിക്കുന്നതിന് നിയമം തടസ്സമില്ലെന്നാണ് ലഭിച്ച ഉപദേശമെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ട്. പക്ഷേ ഈ 2 ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടാലും അത് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിയമമാവുകയുള്ളൂ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടികൾ കൂടി ഇനി ഈ ബില്ലിന് നേരിടേണ്ടി വരും. എന്തായാലും എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത് പോലെ ചന്ദന മരത്തിന്റെ കാര്യത്തിലും ചില നിർണായകമായിട്ടുള്ള നടപടികളും ചില തീരുമാനങ്ങളും അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിക്കുന്നതിനിടയിൽ പറയുകയുണ്ടായി. ചന്ദനമരത്തിന്റെ വില കർഷകന് ആദ്യം തന്നെ ലഭിക്കുന്ന തരത്തിലാണ് സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നത്. ചില കേസുകൾ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നുണ്ട്. കോടതിയിൽ എത്തുന്ന വനം കുറ്റകൃത്യങ്ങൾ ഒത്തുതീർപ്പാക്കാനും വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് ഭേദഗതി അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. അതേസമയം തന്നെ ഈ ബില്ലിൽ സംസാരിച്ച വി ജോയി എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിഹസിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. കാട്ടിലെ മാങ്കൂട്ടങ്ങൾ പാവമാണെന്നും നാട്ടിലെ മാങ്കൂട്ടങ്ങൾ അപകടകാരികളെന്നും എന്നാണ് എം.എൽ.എ. വി ജോയി വ്യക്തമാക്കിയത്. ഇത്തരം മാങ്കൂട്ടങ്ങളെ കൊണ്ട് കേരള ജനത പൊറുതിമുട്ടിയെന്നും ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തനിക്ക് പറയാൻ കഴിയില്ല എന്നും വി ജോയി പറയുകയും ചെയ്തു. ഇപ്പോൾ നിയമസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയിരുന്നു. ആ അനുമതി നൽകിയതിനു ശേഷം പി.സി. വിശ്വനാഥ് എം.എൽ.എ. ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ വിലക്കയറ്റം ഒപ്പം തന്നെ ഭക്ഷ്യ സാധനങ്ങളുടെ വിലക്കയറ്റം അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളടക്കം വിലക്കയറ്റം കാര്യമായി തന്നെ ബാധിച്ച വെളിച്ചെണ്ണ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അടിയന്തര പ്രമേയ ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഇടവെക്കും എന്നുള്ളതിൽ സംശയമില്ല. തുടർച്ചയായി ഇത് 3-ാം ദിവസമാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് ഭരണപക്ഷം അനുമതി നൽകുന്നത്. ഒപ്പം തന്നെ 2ാം പിണറായി സർക്കാരിന്റെ 16ാമത് അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇപ്പോൾ നിയമസഭയിൽ പുരോഗമിക്കുന്നത്. ശരി ശാലിനി, ഇന്ന് അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ചയുണ്ട്. ഒപ്പം തന്നെ 2 നിർണായക ബില്ലുകൾ എ.കെ. ശശീന്ദ്രൻ വനമന്ത്രി സഭയിൽ അവതരിപ്പിച്ചിട്ടും ഉണ്ട് എന്നുള്ളതാണ്. എസ് ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.